കോട്ടയത്തെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതോടെ പി.ജെ. ജോസഫിന്റെ നീക്കങ്ങൾ എന്തെന്ന് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. സീറ്റ് നിഷേധിച്ചത് കടുത്ത അനീതിയാണെന്നാണ് പി.ജെ. ജോസഫ് പ്രതികരിച്ചത്. എങ്കിലും UDF നേതാക്കളിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് പി.ജെ. ജോസഫും കൂട്ടരും. പാർട്ടി വർക്കിംഗ് ചെയർമാൻ മത്സരത്തിന് സീറ്റ് ആവശ്യപ്പെട്ടിട്ട് കോട്ടയം സ്വദേശിയല്ല എന്ന കാരണം കാട്ടിയാണ് പി.ജെ. ജോസഫിന് ലോക്സഭാ സീറ്റ് മാണി വിഭാഗം നിഷേധിച്ചത്. കടുത്ത അതിർത്തി ജോസഫിന്റെ ഭാഷയിൽ അദ്ദേഹം നടത്തി. നീതിപൂർവമായ ഒരു തീരുമാനമല്ല. വളരെ അസാധാരണമായി ഒരു പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയെ മണ്ഡലം പ്രസിഡന്റുമാരെ പിടിച്ചു ചേർത്ത് അഭിപ്രായമെടുക്കുക എന്നുള്ളത് കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ്. തനിക്കായി നിലപാട് സ്വീകരിച്ച ഘടകകക്ഷികളുടെ തീരുമാനം പോലും പാർട്ടി അട്ടിമറിച്ചു. ശ്രീ റോഷി അഗസ്റ്റിൻ തന്നെ കോട്ടയം ജില്ലയിലെ ആള് ഇടുക്കി വന്ന് മത്സരിക്കുന്നു. ആ ഒരു കാരണം പറഞ്ഞ് എൻ്റെ ഈ സ്ഥാനാർത്ഥിയെ നിഷേധിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അവലംബിച്ചത്. അതൊട്ടും ശരിയായിട്ടുള്ളതല്ല. UDF നേതാക്കളുമായി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം സ്വീകരിക്കും. UDF നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലാണ്. ഡൽഹിയിൽ നിന്നും അവർ മടങ്ങിയെത്തിയാൽ UDF നേതൃത്വവുമായി ആലോചിച്ച് അനന്തര പരിപാടികൾ രൂപീകരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പാർലമെന്ററി പാർട്ടിയിലെ ധാരണ പൊളിച്ചത് ജോസ് കെ മാണിയും നിഷ ജോസ് കെ മാണിയുമാണെന്ന് പി.ജെ. ജോസഫ് ഉറച്ചു വിശ്വസിക്കുന്നു. തത്വത്തിൽ സ്ഥാനാർത്ഥിത്വം കൈവിട്ടെങ്കിലും UDF നേതാക്കളിലും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളിലും പി.ജെ. ജോസഫ് വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ UDF നേതാക്കളുടെ നീക്കം വളരെ ശ്രദ്ധേയമാകും. ആൽവിൻ തോമസ്, മീഡിയ 1, ഇടുക്കി.